വൈദിക നമ്മൾ തീരുമാനിച്ചത്, അതുകൊണ്ട് ഇപ്പം മുതലുള്ള തുടങ്ങി. അങ്ങോട്ട് പിടിയടാ. ഞാൻ 2.5 നിന്നേ. ഞാനൊരു ചിക്കൻ പഫ്സ്. എങ്ങനെ മുഖത്ത് പൊടിയാവാതെ എങ്ങനെ പപ്സ് തിന്നാം? എന്റെ മുഖത്തില്ലല്ലോ. ഈ മുഖത്തേക്ക് ഇത് മുഖത്ത് എങ്ങനെ പൊടിയാക്കി പഫ്സ് തിന്നാന്നുള്ളതിന് ഉദാഹരണമാണ്. യൂട്യൂബ് ചാനൽ ഹായ് വിത്തൗട്ട് ഷുഗർ. ഇത് കോഫി 2 ബ്രൂവിന്റെ പൊടി വിത്തൗട്ട് ഷുഗർ. ഇത് ആഫ്രിക്കയിൽ നിന്നും പ്രത്യേകമായി കൊണ്ടുവന്ന പശുവിൽ നിന്നും കറന്നെടുത്ത നല്ല ഓർഗാനിക് ആഫ്രിക്കൻ ചായ. കടിക്കുമ്പോ ഈ സൗണ്ട് സോസ് ചാലഞ്ചാണ്. പിന്നെ ഇതൊക്കെ കണ്ടു നിൽക്കുന്ന അൻഷാദുണ്ട്. മാക്സിമം സൂപ്പർ 2 സെക്കൻഡ് പോയി. നിങ്ങൾ മാക്സിമം സൂപ്പർ താങ്ക്സ് ചെയ്യാം. അപ്പൊ മറ്റേ ടിങ് ടിങ് അടിക്കുക. സൈഡിൽ ഒരു ബെല്ലുണ്ടാവും, അതടിച്ച് പൊട്ടിക്കുക. ബെല്ലടിച്ച് പൊട്ടിക്കുക, ടിങ് ടിങ് അടിക്കുക. പിന്നെ മറ്റേ സബ്സ്ക്രൈബ് സൈഡിലുണ്ടാവും, അത് റെഡിയാക്കുക. അപ്പോ താങ്ക് യു. അപ്പൊ നമുക്ക് മിനിമം ഞാൻ 4 മിനിറ്റ് വരെ ലാഗ് അടുപ്പിച്ചിട്ട് നീട്ടിക്കൊണ്ടോ. വസീമ തിന്നുന്നതിന്റെ പകുതി മുക്കാലും. ഈ പൊടിയിൽ ഭയങ്കര പോഷകമുണ്ട്. ഈ മഴക്കാലത്ത് എന്തുകൊണ്ടാണ് ഈച്ച ഇങ്ങനെ കൂടുന്നത്? അത് നമുക്ക് ഈച്ചകൾക്ക് ഞാനത് പാസ് ചെയ്തിരിക്കുന്നു. മഴക്കാലത്ത് എന്താ ഇങ്ങനെ ഈച്ച കൂടുന്നത്? ഈച്ച ചക്കളുണ്ട്, ചക്കക്കറ മഴക്കാലത്തോ? ഓ മഴക്കാലത്ത് ഞാൻ വരുന്നു. ചക്ക ഒരു കാരണാണ്. രണ്ടാമത്തെ കാരണം എന്തിന്? വെയിലടിക്കുമ്പോ ഈ ചോർത്ത് ഇറങ്ങല്ല ചുട്ടിട്ട്. ഈച്ച പുറത്തിറങ്ങാത്ത. എന്നിട്ട് ഈ ഈച്ച ഭയങ്കര വെളുപ്പാണല്ലോ. സയന്റിഫിക്. അതായത് ഈ ഈച്ച വലുതായിരിക്കുമ്പോ മുട്ട ഇടാൻ വേണ്ടിട്ട് മണ്ണിന്റെ അടിക്കും. അത് മഴപ്പാറ്റിയാടോ കൂടെ. എന്നിട്ട് മണ്ണിന്റെ അടി മുട്ട ഇടും. മഴ പെയ്യുമ്പോ മുട്ട വീഴും. ഒന്ന് വലിയ ഈച്ച, തന്ത ഈച്ച. അല്ലല്ല പറ കഴിച്ചു അല്ല അത് പറ. അത് വേഗം തിന്ന് തീർക്കും, എന്നിട്ട് പറ. നമ്മളെ മിന്നുന്ന ഈച്ചല്ല ബേക്കൽ LED എല്ലാം വെച്ചിട്ട് പോന്നെ. ഇവൻ പറഞ്ഞ ഈ വലിയ ഈച്ചയില്ല, അതിന്റെ പുറത്തൊരു നൈസ് സാധനം ഉണ്ടോ മിന്നുന്ന കൂടുതലാണ്. സിൽക്ക് ഈച്ച എന്നാണ് അതിന്റെ പേര്. സിൽക്ക് ഈച്ച. ഈ സ്മിതയുടെ സുമിതയുടെ അനിയത്തിയുടെ മോൻ. ചെറിയൊരു ബന്ധം. ഈച്ചകൾ എങ്ങനെ ഉണ്ടാവുന്നല്ല, ഈച്ചകൾ എന്തുകൊണ്ട് കറുത്തിരിക്കുന്നു, എന്തുകൊണ്ട് മയത്തിറങ്ങുന്നു? റേസിസ്റ്റ് ആവല്ലടാ സംഗതി. ആഫ്രിക്കയിൽ ഈച്ചയായിരിക്കും ഇവിടെയുള്ള. എന്താ പറയാണ്ട് കറുപ്പ് തന്നെ റേസിസ്റ്റ് ആവലാണോ? അത് സത്യം പറയാണ്. ഞാൻ പറയുന്നു നമ്മളങ്ങനെ കേരളത്തിൽ റേസിസം കൂടുന്നുണ്ടോ? റേസിസം കൂടണം. അത് സത്യങ്ങൾ പറയണേ. അല്ല വെള്ളയിച്ച എവിടെയും കണ്ടില്ലേ, കറുത്ത ഈച്ചകൾ മാത്രമാണ് ഈച്ചക്ക് പറയുന്നു. അപ്പൊ ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ കറുത്ത ഈച്ചകളാണ് കൂടുതലെങ്കിൽ വെള്ള ഈച്ച വരുമ്പോ ഈ കറുത്ത ഈച്ചകൾ വെള്ള ഈച്ചകളെ മറ്റേ റേസിസ്റ്റ് ആക്കി ഓല് വിളിക്കൂലേ? ഞാൻ കേട്ടെ കറുത്ത ഈച്ചകൾ മാത്രമേ ഉള്ളൂ. നമ്മൾ എന്തിന് ഈച്ചനെ ഈച്ചണ്ടല്ലോ പച്ച മണിയനീച്ച മണിയനീച്ച വേറെ ഉണ്ട്. ഇത് രണ്ട് കാറ്റഗറിയാണ്. മണിയനീച്ച ഇവിടെ നമ്മൾ കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഈ തണുപ്പ് സ്ഥലങ്ങളില്ലേ, തണുത്ത സ്ഥലങ്ങളിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നത് വയനാട് ഇഷ്ടം പോലെ വയനാട്ടിൽ എന്താണ് ഈച്ച?
ഉണ്ടാകാൻ കാരണം വയനാട്ടിലുള്ള ഈച്ചകൾ കൂടുതലാണ് ഷാക്കിർ പറഞ്ഞത്. അത് ശരിയാണോ? അറിയില്ല. നീ വയനാട്ടിലല്ലേ? ഉറപ്പല്ലേ? മോനിക്ക് അറിഞ്ഞൂടാ. വരും മതിയാക്കി കൂടെ. അപ്പൊ സബ്സ്ക്രൈബ്, ബെല്ലൈക്കൺ, ടിങ് 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 ടിങ്. ഇന്നത്തെ നമ്മൾ അവസാനിപ്പിച്ചിരിക്കുന്നു. ഈച്ചകൾ എന്തുകൊണ്ട് കറുത്തിരിക്കുന്നു, ഈച്ചകൾ എന്തുകൊണ്ട് മയത്തിറങ്ങുന്നു എന്നതാണ് നമ്മൾ ഇന്ന് നോക്കിയത്. ശനിയാഴ്ച പ്രത്യേക ലൈവ് ഉണ്ടായിരിക്കുന്നതാണ്. ശനിയാഴ്ച നമ്മളെ ടർഫ് ലൈവ് ഉണ്ടായിരിക്കുന്നതാണ്. മഴ ഇല്ലെങ്കിൽ കളി ഉണ്ടായിരിക്കും. ഓക്കെ.